റാപ്പർ വേടനെതിരായ നടപടിയിൽ വനം വകുപ്പിനെതിരെ CPI സംഘടനാ ജോയിന്റ് കൗൺസിൽ. വനമന്ത്രിക്ക് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാവുന്നില്ലെന്നും വേടനെ വേട്ടയാടിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെടുകയാണ് ജോയിന്റ് കൗൺസിൽ. യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണമാണെന്ന് ചില ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ചെറിയ പ്രശ്നം ഇതാണ്. മാത്രമല്ല, ഒരു വേടൻ നിരപരാധിയാണെന്ന് ഒരുവിധം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ആകെ 6 ഗ്രാം എന്തോത്തിനകത്ത് കഞ്ചാവ് എത്രയായിരുന്നാലും കേസ് തന്നെയാണ്. എന്നാലും 6 ഗ്രാമിനകത്താണെന്നാണ് പിന്നെ റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ ആവശ്യമില്ലാത്തൊരു പുലിനകത്തിൻ്റെ കൂടി വിവാദം അതിനകത്ത് കൊണ്ടുവന്നു. നമ്മുടെ മുന്നിലേക്കുള്ളത് ഷീല സണ്ണി എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ, വളരെ വിവാദമായ ഒരു കേസ് ഇതുപോലെ തന്നെ തെറ്റായി ചിത്രീകരിക്കപ്പെട്ട് കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഈ നിയമത്തിനോടൊപ്പം തന്നെ അല്പം തലച്ചോറ് കൂടി പ്രവർത്തിക്കും. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ ഇന്ന് പാടും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വേടന്റെ പരിപാടി. അശ്വിൻ ബാലാഴി തിരുവനന്തപുരത്ത് നിന്ന്, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം അശ്വിനോട് പോലെ. അപ്പൊ അശ്വിനി, വേടന്റെ പുലിപ്പല്ല് ഇപ്പോൾ 6 ഗ്രാം അതവിടെ അത് കുറ്റമാണെന്ന് സമ്മതിക്കുന്നു. അത് കുറ്റമാണെന്ന് വേടനും സമ്മതിക്കുന്നു, തിരുത്താമെന്ന് പറഞ്ഞു. പക്ഷേ ആ പുലിപ്പല്ല് കയറി പിടിച്ചത് പുലിവാലായി ശരിക്കും എന്നത് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. അത് വനം വകുപ്പ് ആ വിഷയത്തിൽ ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പറയുന്ന സംഘടന അവർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുകയാണല്ലേ അശ്വിൻ? ഹഷ്മി, തീർച്ചയായും ഈ കഞ്ചാവിന് പുറമെ പുലിപ്പല്ല് കേസ് കൂടി വേടനെതിരെ വരിഞ്ഞു മുറുകിയത് വനം വകുപ്പിനെ ചെറിയ രീതിയിലൊന്നുമല്ല നിലവിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഭരണമുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ. ആ ജോയിന്റ് കൗൺസിൽ അതിരൂക്ഷ വിമർശനമാണ് വനം വകുപ്പിനെതിരെ നടത്തുന്നത്. ഉദ്യോഗസ്ഥർക്ക് ധാർഷ്ട്യമാണെന്നും ധിക്കാരമാണെന്നും ഈ ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ്. അത് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്ക് ആ വിമർശനങ്ങളൊക്കെ ചെന്നെത്തുന്നത് വനം മന്ത്രിയിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വനം മന്ത്രിക്ക് ഈ വകുപ്പിലുള്ള നിയന്ത്രണം നഷ്ടമായി എന്നുള്ളതൊക്കെയാണ് അവർ ഉയർത്തുന്ന വിമർശനം. മറ്റ് പല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയ AK ശശീന്ദ്രൻ എന്തുകൊണ്ട് ഈ കേസിൽ മാത്രം പിന്നോട്ട് പോയി, ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ ചോദിക്കുന്നത്. ഒപ്പം അനാവശ്യത്തിടുക്കം പല കേസുകളിലും, ഷീല സണ്ണിയുടെ കേസൊക്കെയാണ് ഈ ജോയിന്റ് കൗൺസിൽ ഉദാഹരണമായി പറയുന്നത്. അങ്ങനെ പല കേസുകളിലും അനാവശ്യത്തിടുക്കം വനം വകുപ്പിനുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സർക്കാരിന് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് വിമർശനം. ഈ ഉദ്യോഗസ്ഥരുടെ ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ മാറ്റാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലാണ് ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ശക്തമായ എതിർപ്പ് വനം വകുപ്പിനെതിരെ ഭരണമുന്നണിയിൽ തന്നെ ഉണ്ടാവുകയാണ്. കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഈ വേടൻ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നു. അതേസമയം ഇന്ന് ഈ വനം വകുപ്പ് സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് വനം മന്ത്രിക്ക് കൈമാറുകയാണ് വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടെ ആയിരിക്കും ഈ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള കേസ് എന്നുള്ള നിലയിൽ തുടർ നടപടികൾ ഉണ്ടാവുക. അത് ഇന്നോ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹഷ്മി. ഓക്കെ, അശ്വിനാണ് വാർത്തയുടെ വിവരങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹൈറേഞ്ചിൽ കയറുന്നു. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, ആ പാട്ട് എങ്ങനെയാണ്? മോണലോവേ മോഹലാവേ എങ്ങനെയാ പാട്ട്? അപ്പൊ ആ പാട്ടടക്കം എന്ന് പറഞ്ഞാൽ എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ വീണു മരിച്ചു 2ാം പിറവിയെ എന്നൊക്കെയാണ്. അത് നല്ല ഗംഭീരമായ വരികളാണ് കേട്ടോ. വേടന്റെ പുതിയ പാട്ട് സൂപ്പർ വരികളാണ്. അപ്പൊ രാഹുൽ, മോണലോവേ അടക്കം ഇന്ന് വേടൻ തകർത്തു വാരിയോടെ ഉറപ്പാ? ഹാഷ്മി, ഒരു സംശയമില്ല, വേടൻ തകർത്തു വാരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രേക്ഷകർക്കും അത്തരം യാതൊരു സംശയവുമില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ജനപിന്തുണ വേടൻ ലഭിക്കുന്നുണ്ട്. ഇങ്ങനൊരു ജനപിന്തുണ എങ്ങനെ ലഭിക്കുന്നു എന്ന് ചിലപ്പോൾ വേടൻ തന്നെ ഒരു സംശയം ഉണ്ടായേക്കാം. ഇത്തരമൊരു കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു പിന്തുണ ഉണ്ടാകേണ്ട സാഹചര്യം, അതാണ് ഈ വേടനെ ഇത്രത്തോളം കൂടുതൽ. ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു, വേടന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഈ കേസുകളിലൂടെ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കറക്റ്റ് കാര്യമാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും ഒഴിവാക്കിയവരെ കൊണ്ട് തന്നെ വീണ്ടും വിളിപ്പിച്ച് വേദി ഒരുക്കുന്ന ഒരു മറിമായം ഇടുക്കി എൻ്റെ കേരളം പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 7 മണിക്ക് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിലാണ് ഈ എൻ്റെ കേരളം പരിപാടിയുടെ ഇടുക്കിയിലെ സമാപനമാണ് ഇന്ന്. ആ വേദിയിലാണ് വേടൻ ഇന്ന് റാപ്പ് ഷോ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ സർക്കാർ പരിപാടിയിലേക്ക് വീണ്ടും വേടൻ എത്തുന്നു. വലിയ പ്രചാരണം കിട്ടിയിട്ടുണ്ട്. വലിയ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. വലിയ ജനസാഗരം തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ DYSPമാർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹാഷ്മി.